ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സുന്നത്ത് ജമാഅത്ത് നശിപ്പിക്കാൻ വേണ്ടി ദുഷ്പ്രചരണം നടത്തുന്ന എല്ലാ ബുഹ്താനി തരീഖത്തുകാരെയും നന്നായി മനസ്സിലാക്കണം. മടവൂർ ശേഖ് പടച്ചോനാണ് പാട്ട് പാടും. അവൻ തന്നെ അടുത്ത പാട്ട് പാടി പിന്നെ മാലിക്കുൽ മുലൂക്കാണ്, പിന്നെ പറഞ്ഞ് അർശിന്റെ അധിപനാണ്. ഞാൻ പറഞ്ഞ് പച്ച കുഫറാണ്. ഇതൊരൊറ്റ മുസ്ലിമിന്റെ നാവെന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാല് ഒരു പാട്ട് എന്നെ പറ്റിയും പാടി. ആലിമീങ്ങളെ ചീത്ത പറയുന്ന ബുഹ്താനി തരീഖത്ത്, ബുഹ്താനി തരീഖത്ത് തന്നെ കള്ളം പറയുന്ന തരീഖത്ത് നേരത്തെ ബുഹ്താൻ തന്നെ കള്ളം, പച്ചക്കള്ളം, കള്ളം മാത്രം പറയുന്ന ബുഹ്താനി തരീഖത്ത്. ഈ ബുഹ്താനി തരീഖത്ത് പോയിട്ട് ഓരോരുത്തർ ഇങ്ങനെ കളവ് ഇങ്ങനെ വിളിച്ചു പറയും, ആലിമീങ്ങളെ ചീത്ത പറയും, ആലിമീങ്ങളെ കുറ്റം പറയുകയും ചെയ്യുമ്പോ അത് തരീഖത്താണെന്ന് വിചാരിച്ച ആളുകൾ പോയി കൂടിയാൽ അവർ നരകത്തിലെത്തും. അപ്പൊ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അവർക്ക് ചെയ്യുന്ന ഉപകാരമാണ്. അമ്പിയാക്കളെ മുഴുവനും ചെയ്ത ദഅവത്തിന്റെ പ്രവർത്തനം അതാണ്. ഈമാൻ തെറ്റിപ്പോകാതെ ജനങ്ങളെ ഈമാനിലേക്ക് കൊണ്ടുവരിക, ഈമാനിലെത്തിയവരെ ഈമാനിൽ പിടിച്ചു നിർത്തുക, അതല്ലേ അമ്പിയാക്കൾ ചെയ്ത ദഅവത്ത്. ആ ദഅവത്താണ് പണ്ഡിതന്മാർക്കും ചെയ്യാനുള്ളത്. അതേസമയത്ത് അമ്പിയാക്കളുടെ പ്രവർത്തനത്തിൽ ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട്. സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയാലും നടത്തിയില്ലെങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അതേ ആശയപ്രചരണം നടത്തണം എന്ന് ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതിനർത്ഥം സാന്ത്വന പ്രവർത്തനം വേണ്ട എന്നല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അതേ അങ്ങലെ മദിയനിലെത്തിയപ്പോ അവിടെ രണ്ട് പെൺകുട്ടികൾ നിൽക്കുന്നു. ആ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. മറ്റുള്ളവർ ആടുകളെ വെള്ളം കുടിപ്പിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അവർ പറഞ്ഞു, ഞങ്ങളെ ബാപ്പാക്ക് പ്രായം കൂടുതലായി, അദ്ദേഹത്തിന് ആട്ടിനെയും മേച്ച് വരാൻ കഴിയില്ല, തെളിച്ചു വരാൻ കഴിയില്ല. ഈ ആണുങ്ങളെ കൂടെ പോയി നിന്നിട്ട് ഞങ്ങൾക്ക് വെള്ളം കോരിയെടുക്കാനും പറ്റൂല. നമ്മളെ ഈ ഇലക്ഷനിൽ ജയിക്കുമ്പോൾ തുള്ളുന്ന സൈസ് അല്ലല്ലോ അത് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളല്ലേ. അവൻ ഞങ്ങൾക്ക് അവരെ കൂടെ പോയിട്ട് തിക്ക് കൂട്ടാൻ പറ്റൂല, ഞങ്ങൾ കാത്തിക്കാണ്. മൂസാ നബി അലൈഹി സ്വലാം ആ ആട്ടിനെ കൂട്ടിക്കൊണ്ടുപോയി വെള്ളം കുടിപ്പിച്ച് ആ പെൺകുട്ടികളെ വിട്ടുകൊടുത്തു. ആ വകയിൽ അല്ലാഹു തആല എത്ര റഹ്മത്തും നിഅമത്തുമാണ് മൂസാ നബി അലൈഹി സ്വലാമിന് ചെയ്തു കൊടുത്തത്. ഇത് ആളുകളെ സഹായിക്കുന്ന പ്രവർത്തനമാണ്. അപ്പൊ നമ്മളെ സംഘടന ചെയ്യുന്ന സാന്ത്വന പ്രവർത്തനങ്ങളും അതുപോലുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കണം എന്നല്ല ആ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം. അതൊക്കെ നിർബന്ധമായും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കാൻ പോകാറുണ്ട്. ജൂതനായ കുട്ടി, ആ കുട്ടി നബി തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ രോഗം കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിനു ശേഷം ആ കുട്ടിയുടെ രോഗം കണ്ടപ്പോൾ അടുത്ത സമയം മരിക്കുമെന്ന് മനസ്സിലാക്കി. ആ കുട്ടിക്ക് ഈമാൻ കിട്ടി. ആ കുട്ടി സ്വർഗത്തിലെത്തണം എന്ന ആഗ്രഹത്തോടെ ഷഹാദത്ത് കലിമ പറയാൻ വേണ്ടി നബി തങ്ങൾ ഉപദേശിക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടി അച്ഛന്റെ മുഖത്തിങ്ങനെ നോക്കി. അച്ഛൻ പറഞ്ഞു, അബുൽ ഖാസിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും പോലെ ചെയ്തോ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോരുന്ന സമയത്ത് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. നരകത്തിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തിയ പടച്ചവനെ അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, ഈമാൻ രക്ഷപ്പെടുത്തലല്ലേ ഏറ്റവും വലുത്. പക്ഷെ ആ ഈമാൻ രക്ഷപ്പെടുത്താനുള്ള നിമിത്തമുണ്ടായത് എപ്പോഴാ? രോഗിയെ രോഗം കാണാൻ പോയപ്പോഴാ. അപ്പോൾ ഈമാൻ വിതരണം ചെയ്യണമെങ്കിലും ഈമാനിന്റെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിലും ഇത്തരത്തിലുള്ള പൊതുനന്മക്കുള്ള പ്രവർത്തനങ്ങൾ, സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നടക്കണം. അത് നടക്കണ്ടെന്നല്ല,
നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ചില കക്ഷികളുണ്ട്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഏറ്റവും മെയിൻ പ്രശ്നം ഏതാണ്? നമ്മുടെ ഏറ്റവും മെയിൻ പ്രശ്നം ഏതാ? സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്, ഇഖാമത്ത് കൊടുക്കൽ സുന്നത്താണ്. എന്നാ നിസ്കാരം ഖളായി പോകുന്നു കണ്ടാലോ, അപ്പൊ ചിലപ്പോ ബാങ്ക് കൊടുക്കാതെ നിസ്കരിക്കണം എന്ന് പറയും, നിസ്കാരത്തിന് പ്രസക്തി നൽകണം എന്ന് പറയും, ഖളായി പോകുമെങ്കിൽ വേഗം നിസ്കരിക്കണം എന്ന് പറയും. അതുപോലെ ഒതുവെടുക്കുമ്പോൾ ഉള്ള സുന്നത്ത്, ആ സുന്നത്ത് ഇപ്പൊ സുന്നത്തല്ല വേണ്ടത്, ഉടനെ ഒതുവെടുത്ത് നിസ്കരിക്കാണ് വേണ്ടത്, ഖളായി പോകരുത് എന്ന് പറയും. അതിനർത്ഥം ഒതുവിന്റെ സുന്നത്ത് എടുക്കണ്ടെന്നല്ല, അതേപോലെ ബാങ്ക് കൊടുക്കണ്ടെന്നല്ല. ഇതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെയിൻ പ്രശ്നം നമ്മുടെ ഈമാൻ രക്ഷിക്കലാണ്. ഈമാൻ രക്ഷിക്കപ്പെടണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഇവിടെ നന്നായി പ്രചരിപ്പിക്കപ്പെടണം. സുന്നത്ത് ജമാഅത്തിൽ ആരും തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം ജനങ്ങൾ. സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയങ്ങൾ തെറ്റാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പറയണം, അതിന് പ്രസക്തി കൊടുക്കണം എന്നാണ് പറയുന്നതിന്റെ ഉദ്ദേശം. അല്ലാതെ വേറെ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യരുത് എന്നോ, ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിവെക്കണം എന്നോ, അല്ലെ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടെന്നോ അങ്ങനെയൊന്നും ആരും ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇപ്പൊ ദുർവ്യാഖ്യാനത്തിന്റെ കാലമാണ്. നല്ല മനസ്സ് പലർക്കും കുറവാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ പരസ്പരം തെറ്റിദ്ധരിക്കരുത്, പരസ്പരം കുറ്റം പറയരുത്, ആരും ആരെയും കുറ്റം പറയരുത്. കുറ്റം ചെയ്താൽ പോലും അത് പറയാൻ പാടില്ല. കുറ്റം ചെയ്തവനെ സ്വകാര്യത്തിൽ വിളിച്ച് ഉപദേശിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഓരോരുത്തർക്ക് എന്തുണ്ട് കുറ്റം എന്ന് എങ്ങനെ ചുഴന്നന്വേഷിച്ച് പിടിച്ച് വാചകങ്ങളൊക്കെ വെട്ടിമുറിച്ച് എന്നിട്ട് എല്ലാവരെയും കുറ്റം പറയലാണ് പലരും വലിയ സൽക്കർമ്മമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവർക്കൊക്കെ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഒരാളെ സംബന്ധിച്ച് ഒന്ന് കേട്ടാൽ അവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇൻജാക്കും ഫാസിഖും ബിനബൈൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ അതിന്റെ വിശദീകരണം തേടണം, തെളിവ് നോക്കണം. തെളിവുണ്ടോ, സാക്ഷിയുണ്ടോ എന്നൊക്കെ നോക്കണം. അല്ലാതെ നിങ്ങൾ ഒരാളെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞു പോയാൽ നിങ്ങൾ പിന്നീട് ഖേദിക്കേണ്ടി വരും. അതിനാൽ ആരെയും അങ്ങനെ ആക്ഷേപിക്കാനും കുറ്റം പറയാനും പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബുഹ്താനി തരീഖത്തിന്റെ ആളുകൾ, അതേപോലെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, അവരുടെ പരിപാടി ആലിമീങ്ങളെ ക്ലിപ്പ് മുറിക്കുക, അതിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ മുറിച്ചിട്ട് ആളുകളോട് ഉദാഹരണം പറയാം. ഞാൻ പ്രസംഗിക്കുമ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ പ്രസംഗത്തിൽ പലപ്പോഴും അജ്മീറിൽ പോയിട്ട് സിയാറത്ത് ചെയ്യുക, ഉള്ളാളത്ത് പോയിട്ട് സിയാറത്ത് ചെയ്യുക, മമ്പർത്ത് പോയിട്ട് സിയാറത്ത് ചെയ്യുക, അങ്ങനത്തെ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രചോദനം നൽകി പ്രസംഗിച്ചവനാണ് ഞാൻ. അത് എന്നെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ ഈ അടുത്തും അൽഹംദുലില്ലാഹ് ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹുവിനെ ഈജിപ്തിൽ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ഐനി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. നഫീസത്തുൽ ബസ്രി റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ-അൻസാരി റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഈജിപ്തിൽ പോയപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ വലിയ മഹാന്മാരെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് ഞാൻ ജോർദാനിൽ പോയിരുന്നു. ജോർദാനിൽ ചെന്നപ്പോൾ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു നമ്മുടെ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. സ്വർഗത്തിലാണെന്ന് നബി തങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞു സഹാബിയാണ്. മഹാനവറുകൾ പ്ലേഗ് രോഗം കൊണ്ട് വഫാത്തായി പോയ ഷഹീദാണ്. മഹാനവറുകളെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹദീസിലൊക്കെ ധാരാളം വരുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, യാ മുആദ് ഇന്നി ഉഹിബ്ബുക, മുആദ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അബൂ മുആദ് റളിയല്ലാഹു അൻഹു നബിയെ തങ്ങളെ ഞാനും സ്നേഹിക്കുന്നു. അപ്പൊ പറഞ്ഞു, എന്നാൽ നിന്നോട് ഞാൻ പറയുന്നു,
നീ ഏത് നിസ്കാരത്തിന്റെ ശേഷവും അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക അതെല്ലാ നിസ്കാര ശേഷവും ചൊല്ലണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു കൊടുത്തതിന് മുആദ് റളിയല്ലാഹു അൻഹു അത് ചൊല്ലി. ആ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജാറും സിയാറത്ത് ചെയ്യാൻ ഇനി അടുത്തു പോയി ജോർദാനിൽ. അവിടെ ചെന്നപ്പോ എന്റെ മക്കളും അതുപോലെ ജോർദാനിലുള്ള എന്റെ ഒരു സുഹൃത്ത് ഒരു എഞ്ചിനീയറും ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളും ഞാനും ഇവിടെ മുമ്പ് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അന്ന് ഉസ്താദ് അവറുകൾ ഈ മഖ്ബറയുടെ അടുത്ത് നിന്ന് മുആദ് റളിയല്ലാഹുവിന്റെ സമീപത്ത് നിന്ന് എനിക്ക് ആ ഹദീസ് മഹബ്ബ ഹദീസുൽ മുസൽസലു ബിൽ മഹബ്ബ എന്ന് പറയും, ഇന്നി ഉഹിബ്ബുക എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ആ ഹദീസ് ഉസ്താദ് ഇവിടെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുആദ് റളിയല്ലാഹുവിന്റെ സമീപത്ത് വെച്ച് എനിക്ക് ഉസ്താദ് ആ ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇനി ഒരു അവസരം ഇവിടെ കിട്ടൂല, നിങ്ങൾക്കും ഞാൻ ആ ഹദീസ് മുസൽസലായ ഹദീസ് ഇവിടെ വെച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾ മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നതിന് അങ്ങേയറ്റം സ്ഥാനം കൽപ്പിക്കുന്നവരാണ്. അതിൽ ഒരാൾക്കും ഒരു മുസ്ലിമിനല്ല ഒരു ഹൈന്ദവന് പോലും സംശയം ഉണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പെങ്ങും പ്രസംഗിക്കുമ്പോൾ ചിലപ്പോ പറയും, ഉള്ളാളത്തേക്ക് പോകുന്ന സമയത്ത് സിയാറത്തിന് പോവാണെന്ന് പറഞ്ഞ് നിസ്കാരം കളാക്കാൻ പാടില്ല, അല്ലെ അജ്മീറിൽ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് സുജൂദ് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ അവിടത്തേക്ക് പോകുമ്പോൾ നിസ്കാരങ്ങളാക്കാൻ പാടില്ല. അപ്പൊ പറയുന്ന സമയത്ത് ഈ പറയുന്ന വാചകം തീർത്തും കേൾപ്പിക്കാതെ ഒരുത്തൻ അതാ നിങ്ങൾ അജ്മീറിൽ പോയിട്ട് എന്താ കാര്യം, നിസ്കാരമൊന്നുമില്ലാതെ എന്ന് ചോദിക്കുമ്പോ അജ്മീറിൽ പോയിട്ട് എന്താ കാര്യം, അടാൻ കട്ട് ചെയ്യാൻ പ്രസംഗം അവിടെ കട്ട് കേട്ടോ, പേരോടിപ്പോ അജ്മീറിൽ പോയിട്ട് എന്താ കാര്യം എന്നാ പറയുന്നത് എന്ന് പറയും. ഇങ്ങനത്തെ ബുഹ്താനി തരീഖത്തുകാരൻ, അത്തരം ബുഹ്താനി തരീഖത്തുകാരും അല്ലാത്ത കക്ഷികളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ആശയം, ഇത് കളിയും തമാശയുമല്ല. അള്ളാഹുവിന്റെ ദീൻ കളിയും തമാശയുമല്ല. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ, ഏത് മനുഷ്യനും അവനവൻ പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. ആ ദിവസം ഖേദിച്ചതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا. തെറ്റുകൾ പ്രവർത്തിച്ചവൻ ആ ദിവസത്തിൽ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ ആ തെറ്റും ഞാനുമായി എത്ര അകലമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഖേദിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ കുറിച്ച് എല്ലാവർക്കും നല്ല ബോധം വേണം. ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ ദുഷ്പ്രചരണങ്ങളും അതുകൊണ്ടൊന്നും പടച്ചവന്റെ അടുക്കൽ ഒരാളും ആഖിറത്തിൽ രക്ഷപ്പെടൂല. പക്ഷേ ഞാൻ പണ്ഡിതന്മാർ അവരെ ഉപദേശിക്കാൻ ആളല്ല. അതേ സമയത്ത് നമ്മുടെ ശിഷ്യന്മാരടക്കമുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, അവരോട് പറയട്ടെ, ഖുർആൻ നമ്മൾ അടിക്കടി പഠിപ്പിച്ച ഒരു വിഷയമുണ്ട്. അതെന്താണ്? വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശത്തിൽ, മകനോടുള്ള ഉപദേശത്തിൽ കാണാം, മോനെ അഖിമിസ്സലാ, നിസ്കാരം ഉറക്കെ നിർവഹിക്കണേ. അതിന്റെ പുറമെ വഅ്മുർ ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കണേ. വഅൻഹ അനിൽ മുൻകരി, തെറ്റായ കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ വിരോധിക്കണേ. അത് പറഞ്ഞ ഉടനെ അല്ലാഹ് പറയാണ്, ലുഖ്മാനുൽ ഹകീമിന്റെ ഉപദേശം അല്ലാഹ് എടുത്തു നമ്മളെ പഠിപ്പിക്കുകയാണ്.
അതേ വസ്ബിർ അലാ മാ അസാബക്, നീ കൃത്യമായി നിസ്കരിച്ചും അതുപോലെ തന്നെ ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തും തെറ്റായ കാര്യം തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തും ജീവിക്കുമ്പോൾ നിന്റെ കുറ്റം പറയാൻ കുറെ ആളുകൾ ഉണ്ടാകും, നിന്നെ കല്ലെടുത്തെറിയാൻ ആളുണ്ടാകും, നിന്നെ ആരോപിക്കാൻ ആളുണ്ടാകും, നിന്റെ കിതാബുകളിൽ കടത്തി കൂട്ടാൻ ആളുണ്ടാകും. മഹാനായ അബ്ദുൽ വഹാബ് ശഹ്റാനി തങ്ങൾ പറഞ്ഞില്ലേ, മഹാനവറുകളെ കിതാബ് എടുത്തിട്ട് അതിൽ കുറെ മഹാനവറുകൾ എഴുതാത്തത് കൂട്ടിച്ചേർത്ത് കൊടുത്തു. എന്തിന്? അബ്ദുൽ വഹാബ് ശഹ്റാനി റളിയല്ലാഹു അൻഹുവിനെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ. ഇങ്ങനെ ചെയ്യുന്ന ജനങ്ങളുണ്ടാകും ഇൽമ് പറയുന്ന സമയത്ത്. അതുപോലെ ജനങ്ങൾ അതാ ഒരു പണ്ഡിതന്റെ വാക്കുകൾ കേട്ട് ജനങ്ങൾ ഹിദായത്താകുന്നുണ്ടെന്ന് കാണുമ്പോൾ ശൈത്താനിന് അത് ഇഷ്ടപ്പെടൂല. അപ്പൊ ശൈത്താൻ അവന്റെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, ആ പണ്ഡിതനെ കുറിച്ചുള്ള മതിപ്പ് ഇല്ലാതെയാക്കണം, ആ പണ്ഡിതനെ കുറിച്ചുള്ള ബഹുമാനം ഇല്ലാതെയാക്കണം. അങ്ങനെയാണ് അബ്ദുൽ വഹാബ് ശഹ്റാനി തങ്ങളെ കുറിച്ച് ജനങ്ങൾക്കുള്ള മതിപ്പ് നഷ്ടപ്പെടുത്താൻ കിതാബ് എടുത്തിട്ട് അതിൽ കൂട്ടിച്ചേർത്ത് കൊടുത്തു തെറ്റായ ആശയങ്ങൾ. എന്തിനാണത്? ഈ മഹാനെ സംബന്ധിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ്. ഇതുപോലെ സുഹൃത്തുക്കളെ പലരും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അവിടെ ഒന്നും തന്നെ കേൾക്കുന്നതൊക്കെ വിശ്വസിക്കുന്നവരായി പോകാൻ പാടില്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, മനുഷ്യന്റെ ഇസ്ലാം നന്നായാൽ തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്തതെല്ലാം അവൻ കൈയൊഴിക്കും, ആവശ്യമുള്ളതിൽ മാത്രം അവൻ ഇടപെടും. അതാണൊരു ശരിയായ മുസ്ലിമിന്റെ സ്വഭാവം. ഓ സുഹൃത്തുക്കളെ, കഫാ ബിൽ മർഇ കദിബൻ, പലപ്പോഴും കളവായി പോകും. അതേ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേൾക്കുന്നതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കളവായി പോകും. ഒരു വിഷയത്തിന്റെ നിജസ്ഥിതി ശരിക്ക് പഠിക്കാതെ മനസ്സിലാക്കാതെ പറയാൻ പാടില്ല. ഞാൻ കൊണ്ടുവരാം, ഞാൻ തെളിയിക്കണം എന്നല്ല പറഞ്ഞ് തെളിയിക്കാം. ഞങ്ങൾക്കങ്ങനെ വെറുതെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ കൊണ്ടുവരാം, വിശാലമായി വേണമെങ്കിൽ അത്രയും കൊണ്ടുവരാം. ഞങ്ങളുടെ പേരെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട 2 ക്ലിപ്പുകൾ ഞാനിവിടെ കൊണ്ടുവരാം. മറന്നുപോയിട്ടുണ്ടെങ്കിൽ കരുളായിക്കാരൻ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഈ അടുത്ത് ഞങ്ങളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ സംഘടനാ കാലത്ത് ചതി നടത്തിയിട്ടുണ്ട് എന്നു പറഞ്ഞ് പ്രസ്താവന ഇറക്കിയത് മറന്നുപോയോ? അത് മറന്നുപോയോ? ആ ക്ലിപ്പ് ഇവിടെ മുഴുവൻ ഓടിയതല്ലേ? നിങ്ങളും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരായ AP വിഭാഗത്തിന്റെ ആളുകളും നിരന്തരമായി അതിവിടെ കാണിച്ചിരുന്നു. നിങ്ങൾ നോക്കൂ, ഞാൻ അതിൻ്റെ ക്ലിപ്പിലേക്ക് വരാം. കാണിച്ചു കൊടുക്കുന്നു. ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നൗഷാദ് ഹസനിയെ അവർ വിളിച്ചാൽ പ്രവർത്തകരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നൗഷാദ് ഹസനിക്ക് വരേണ്ടി വരും. നേതാക്കൾ പ്രതിസന്ധിയിലാകും. അപ്പൊ സംഘടനക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. സ്വന്തം പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാൻ വേണ്ടി, അതിന് ഉള്ളിൽ അസ്വാരസ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എതിർ പ്രസ്ഥാനത്തിലുള്ള ഒരു പ്രഭാഷകനെ വിളിച്ചിട്ട് ഇയാൾ ഇങ്ങനെ പറയണ ആലോചിച്ചപ്പോ ഞാൻ ആകെ എന്തോ ആയിപ്പോയി. ഞാൻ ഫോൺ വെച്ച് ഇറ്റങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞ, നമുക്കെതിരെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ ഒരു ഭാഗമാണ്. എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പരാമർശിച്ചു പറയുന്നുണ്ട്. വലിയ അബദ്ധവും കളവുമാണ് പറയുന്നത്, വേറെ കാര്യം. ഈ പറഞ്ഞ് താങ്കൾ മറന്നുപോയോ? ഈ ചങ്ങാതി നടത്തുന്ന മറ്റൊരു തട്ടിപ്പാണ് ഭൂലോക തട്ടിപ്പ്. സൽമാനഗിരി വെല്ലുവിളിച്ചാ ഞാൻ നിങ്ങൾക്കെതിരെ പറഞ്ഞ ക്ലിപ്പുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വെല്ലുവിളിച്ചല്ലോ. അപ്പൊ ഇവരെ ക്ലിപ്പ് കൊണ്ടുവരാം, ഇതിനെ പറ്റി നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പറയാണ്ട് ഉൾപ്പുണ്ടെങ്കിൽ ചങ്ങാതി എനിക്ക് അതിനെ പറ്റി പറഞ്ഞതാണോ? ആ ക്ലിപ്പിന്റെ ഇവൻ കേൾപ്പിക്കുന്ന ക്ലിപ്പിന്റെ പൂർണ്ണരൂപം കേട്ടാൽ മനസ്സിലാവും. അത് രാമന്തലിനെ പറ്റി പറഞ്ഞതാണ്. രാമന്തലി കരുളായിക്ക് ഫോൺ ചെയ്ത വിഷയമാണ് കരുളായികളെ പറഞ്ഞത്. ഈ ചങ്ങാതി നൗഷാദനെ വെല്ലുവിളിക്കണം എന്ന് പറഞ്ഞിട്ട് രാമന്തലി അയാളോട് ആവശ്യപ്പെട്ട സംഗതിയാണ് ഈ കരുളായി സൽമാനഗിരി അയവിറക്കുന്നത്. അതായത് ഈ ചങ്ങാതിനെ പറ്റി പറയില്ല. ഇവനെ അതിന്റെ പൗതി കട്ടാക്കിയിട്ടാണ് കേൾപ്പിക്കേണ്ടത്.
ഒന്ന് ആലോചിക്കി എന്റെ പുള്ളി ഞാൻ കൽപ്പിച്ചതാ. ആ ക്ലിപ്പ് നമ്മളൊക്കെ കണ്ടല്ലേ. ഇവനെ വെല്ലുവിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആ രാമന്തളി ചെയ്ത ആ തട്ടിപ്പിനെ പറ്റി ഉള്ളിൽ നിന്നുകൊണ്ട് നടത്തിയ വഞ്ചനയും തട്ടിപ്പും ആണ് ആര് പറയണ്ടേ? രാമന്തളിക്കെതിരാണ് കരുതായി പറയണ്ടേ? ഈ ചങ്ങാനും ഈ ചങ്ങാനും പരാമർശിക്കുന്നത് എന്തിനാണ്? ഈ ചങ്ങാനെ വെല്ലുവിളിക്കാൻ വേണ്ടി രാമന്തളി പറഞ്ഞില്ലേ? അവിടെയാണ് ഇവന്റെ പേര് പരാമർശിക്കുന്നത്. ആ തിരിച്ചറിയാൻ വേണ്ടി. അല്ലാതെ ഇവനെ ശരിയാണ്, ഇവൻ മാന്താന പോയതല്ല. മാത്രമല്ല പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞ ഞങ്ങള് സംഘടനയുള്ള കാലത്ത് ഞാൻ നടത്തി എന്നാ പറയണ്ടേ? എന്തേ അത് പറഞ്ഞാൽ നമുക്ക് പാടില്ലല്ലോ. ആ നൗഷാദ് മെച്ചു വെക്കുന്നില്ല പറഞ്ഞ ഞങ്ങൾ എന്റെ പഴയ ക്രിസ്റ്റിനെ പറഞ്ഞേ അന്റെ കെട്ടി ഇതിനെ കെട്ടിക്കാണ്ട് പറഞ്ഞ കെട്ടി കഴിയുന്നുണ്ട്. എന്ത് ഇതൊക്കെ നിങ്ങൾ എന്താ ഇതിനൊക്കെ മെച്ചേക്കുന്നത്? ആ മരിച്ച ആളെ പറ്റില്ലേ? രാമന്തളിനെ പറ്റിയും അല്ലെ ഈ സൽമാനഗിരി പറഞ്ഞത് കർമ്മഗ്രഹത്തിന് പറഞ്ഞത് എന്നെ പറ്റുന്നില്ല. ഇന്നാണ് നൗഷാദില്ലല്ലോ. അപ്പൊ ഇതിന് ആയാത്തില്ലല്ലോ. അപ്പൊ എന്നെ പറ്റുന്നതാണ് അല്ലേ? ഇത് ആയാത്തിണ്ട്. അല്ലെങ്കിൽ ആ മരിച്ച നൗഷാദിനെ പറ്റി പറഞ്ഞാൽ എനിക്കെന്താറോ ഇതെന്നല്ലേ പറഞ്ഞത്? ഞാനൊന്നും ആ നൗഷാദില്ല മെച്ചേക്കുന്നത്. എന്നിട്ട് നിങ്ങൾ അക്കൂടും ഉസുറും കൂടി ഉണ്ടെങ്കിൽ ഇതാ കെട്ടിക്കെടുത്തിക്കോ. ആ എന്നെ പറ്റി പറഞ്ഞതാ. എഴുതി പറഞ്ഞപ്പോ കള്ളുടെ കയ്യിട്ട് മാറി കൊണ്ടേ ആണത്തെ നടക്കണം. ഞാനിത് നടത്തുന്ന തട്ടിപ്പാട് പറയണ്ടേ? എല്ലാവരെ പറ്റി ഞാൻ മുമ്പ് വിളിച്ചല്ലോ. ഓരോരുത്തരെ പറ്റി നടത്തുന്ന തട്ടിപ്പ് ക്ലിപ്പിൽ മറിമായം. ആ ക്ലിപ്പിന്റെ പൂർണ്ണരൂപം കണ്ടേക്ക് ഈ ചങ്ങാനെ പറ്റി പറഞ്ഞതായി അല്ല. ഈ സംഘടനാ കാലത്ത് ചതി നടത്തിയിട്ട് പറഞ്ഞതും ഇവനെ കുറിച്ചല്ല, രാമന്തലിനെ കുറിച്ചാണ് പറഞ്ഞേ. ഇത് ഞങ്ങളെ പറ്റി ഈ ഞങ്ങൾ പറഞ്ഞ രാമന്തലുണ്ടോ? രാമന്തലി കണ്ടപ്പാ എന്നെ പറയണ ഒരു ഉറപ്പില്ലതാ. കേൾക്കുന്നതൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാടോ. അല്ല മുന്നേ നോക്കി ഏതായാലും ബുദ്ധില്ല മന്ത്രപ്രായിക്കാം. ആ ക്ലിപ്പിൽ പറഞ്ഞല്ലേ? ആ ക്ലിപ്പിന്റെ പൂർണ്ണരൂപം കണ്ടിട്ട് പറഞ്ഞേ. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലേ രാമന്തളിക്കുന്ന അറിയാം, സൽമാൻ അസീരി കേരളായ രംഗങ്ങൾക്ക് അറിയില്ലെങ്കിലും എന്ന് പറയണല്ലേ? ആ രാമന്തളിക്കുന്ന അറിയാം. അതൊരു ചെറിയ കഥയാണ്. 10-14 വർഷം മുമ്പുള്ളൊരു കഥയാണ്. അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പല പ്രഭാഷകരുടെ കൂട്ടത്തിൽ ഒരു എളിയ പ്രഭാഷകനായിട്ട് ഗണന പ്രസംഗങ്ങളിലും മറ്റുമൊക്കെ ഞാനും കുറച്ച് സജീവമായിട്ടുള്ള ഒരു സമയമാണ്. അന്ന് മർക്കസിലെ ആ മുടിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദം കത്തി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ എനിക്ക് അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. ഹലോ, ആരാ? സൽമാൻ അസീരിയല്ലേ? അതെ, ഞാൻ മുഹമ്മദ് രാമന്തളിയാണെന്ന്. മുഹമ്മദ് രാമന്തളി? അതെ. എന്തേന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഇന്ന് ഇന്നാലിന്ന സ്ഥലത്തൊരു പ്രോഗ്രാം ഇല്ലേന്ന് ചോദിച്ചു. ആ ഉണ്ട് എന്നാണ്. ഇന്ന് ഞങ്ങൾ അവിടെ പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിന്റെ അവസാനത്തിൽ നൗഷാദ് ഹസനിയെ പരസ്യമായിട്ടൊന്ന് വെല്ലുവിളിക്കാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനെന്ന് ചോദിച്ചു. അതുണ്ട്, സംഘടനാപരമായ ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷയം പറയാറുണ്ട്. അപ്പോ ഇയാൾ പറഞ്ഞു നിങ്ങൾ നൗഷാദ് ഹസനിയെ വെല്ലുവിളിക്കുമ്പോ അവിടെയുള്ള ആളുകൾക്ക് നൗഷാദ് ഹസനിയെ കൊണ്ടുവരാൻ നിർബന്ധിതരാവും അവര്, SSF. അപ്പോ സംഘടനയിൽ ഇപ്പൊ നൗഷാദ് ഹസനിക്ക് പല വിലക്കുകളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നൗഷാദ് ഹസനിയെ അവർ വിളിച്ചാൽ പ്രവർത്തകരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നൗഷാദ് ഹസനിക്ക് വരേണ്ടി വരും, നേതാക്കൾ പ്രതിസന്ധിയിലാകും. അപ്പൊ സംഘടനക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. സ്വന്തം പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാൻ വേണ്ടി, അതിന്റെ ഉള്ളിൽ അസ്വാരസ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എതിർ പ്രസ്ഥാനത്തിലുള്ള ഒരു പ്രഭാഷകനെ വിളിച്ചിട്ട് ഇയാൾ ഇങ്ങനെ പറയണ ആലോചിച്ചപ്പോ ഞാൻ ആകെ എന്തോ ആയിപ്പോയി. ഞാൻ ഫോൺ വെച്ച് ഇറ്റങ്ങളൊന്നും ഹൽക്കിന്റെ താഴത്തേക്ക് ഇറക്കാൻ പറ്റാത്ത ജാതിയാണെന്നുള്ളത് അന്നേ നമുക്കറിയാലോ. ഞാൻ നേരെ സത്താർ സാഹിബിനെ വിളിച്ചു. സത്താർ സാഹിബിനോട് ഞാൻ പറഞ്ഞു, കേട്ടിട്ട് ഞങ്ങൾ ആ ക്ലിപ്പിന്റെ പൂർണ്ണരൂപമാണ്. ഇതില് ഈ സൽമാനഗിരി പറഞ്ഞത് മുഹമ്മദ് രാമന്തലിനെ കുറിച്ചാണ്. അത് ഇവനെ പറ്റി ആക്കിയിട്ട് ഇവൻ പൗതി കട്ടാക്കിയിട്ടാണ് ഇവൻ കേൾക്കുന്നത്. ഇവന്റെ വഞ്ചനക്കി ചതി സത്യസന്ധത എത്രത്തോളം നൗഷാദ് മൊഹമ്മദിനെ കുറിച്ച് പറഞ്ഞതാണോ? എന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. എന്തിന് ഈ മുഹമ്മദ് രാമന്തലി ഈ നൗഷാദിനെ നിങ്ങൾ വെല്ലുവിളിക്കണം എന്ന് പറഞ്ഞത് അത് എടുത്തു പറയുമ്പോൾ ഇവന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടല്ലോ. അത് ഇവനെ പറ്റി എല്ലാ ആടകട്ട രാമന്തലി കാലത്തെ കുട്ടികൾക്ക് ചതി മഞ്ചനാണ്. രാമന്തലിക്കെതിരാണ്. രാമന്തലിന് ഈ കുട്ടികളല്ലേ ഇവരെന്തെങ്കിലും വർത്തമാനത്ത് കൊടുക്കണേ. അപ്പൊ അതിന് എതിരായിട്ട് ആണ് സൽമാനഗിരി പറയണ്ടത്. അല്ലോ അതായത് നൗഷാദിനെ പറ്റിയല്ല. അതായത് ഇതിനെ പറ്റി ഏത് കുറ്റം കിട്ടാൻ അപ്പൊ ഉണ്ടാക്കി കട്ടുപിടിച്ചാൽ കൊടുക്കുന്നോണ്ട് കുറ്റം ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉളുപ്പും മുസ്ലിം കഴിഞ്ഞാൽ എന്ത് നടക്കില്ല. എനിക്ക് കുറ്റത്തിന് കുട്ടന്മാരല്ലേ ഇതിലൂടെ ഈ ചങ്ങനെ ചെയ്യാൻ പോയി പറഞ്ഞത് ഓടില്ല. എന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. എന്തിനാണ്ട് കേട്ടാണ്ടാക്കി മനസ്സിലായില്ലേ? അല്ല നൗഷാദിനെ ആക്ഷേപിക്കേ നൗഷാദിനെതിരാണോ ഇയാൾ ഈ പറയുന്നത്? അല്ല ഒരിക്കലില്ല. രാമന്തലിക്കെതിരാണ് പറയുന്നത്. അതിന്റെ പൗദ്യം ഒഴിവാക്കി തല ഒഴിവാക്കി എന്നിട്ട് നൗഷാദിനെതിരാണ് ഇയാൾ പറഞ്ഞതിലുള്ള കുറിച്ച് ഒരാൾക്കാരെ കുട്ടന്മാരാക്കണ്ടോ? അതുപോലെ അണികൾക്ക് നമ്പുണ്ടല്ലോ. അതിൽ 10 വട്ടൂരികളായത് 10 നടന്നല്ലോ. 10 എന്താ കളക്റ്റുകളില്ലാത്ത